അന്നു സന്ധ്യയ്ക്ക് ഹനീഫയുടെ വക ചായ എനിക്കുണ്ടായിരുന്നു. സാധാരണ കാശ് കൊടുക്കുന്നത് അബ്ദുൾ ഖാദറാണ്. കുടിക്കുന്നത് ഹനീഫയുടെ കടയിലിരുന്ന് തന്നെ. അന്ന് ഹനീഫ കാശ് കൊടുത്തു. ഹനീഫ മഹാ റക്കീസാണല്ലോ. അവന്റെ കടയിൽ വിളക്കില്ല. എന്തിന് വെറുതെ ഒരു വിളക്ക്? തൊട്ടടുത്താണ് അബ്ദുൾ ഖാദറിന്റെ തകരക്കട. അവിടെ പെട്രോമാക്സ് വിളക്കുകൾ 10ഓ 12ഓ ഉണ്ട്. ഗ്രാമഫോൺ ഉണ്ട്. ഈ ഉള്ളവന്റേത് ഉമ്മായെക്കൊണ്ട് കരഞ്ഞു വാങ്ങിച്ച് എടുത്തു വച്ചിരിക്കുകയാണ്. വിളക്കുകളും ഗ്രാമഫോണും വാടകയ്ക്ക് കൊടുക്കാനാണ്. സന്ധ്യയ്ക്ക് പണിയുണ്ടെങ്കിൽ ഹനീഫ അബുവിനെ വിളിച്ചു പറയും, ആ വിളക്കിത്തിരി ഇങ്ങോട്ട് നീക്കി വെച്ചേ. അങ്ങനെ കിട്ടുന്ന വെളിച്ചത്തിലാണ് ഹനീഫ തയ്ക്കുന്നത്. അതുപോരെ, വെളിച്ചം കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുൾ ഖാദറിന്റെ പഴയ കഥ ഓർത്തു. അവൻ എപ്പോഴും തീയുടെ അടുത്താണ് ഇരിക്കുന്നത്. കൊല്ലന്റെ ഉലയുണ്ട് ആ കടയിൽ. സദാ അധ്വാനമാണ്. അവന്റെ തല നരച്ചു പോയിരിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ കണ്ട് എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. അവൻ ഏറ്റവും ചങ്കുറപ്പുള്ള പണി ചെയ്തവനാണ്. ഞങ്ങൾ ഒരുമിച്ച് മലയാളം 4ാം ക്ലാസ് വരെ പഠിച്ചു. എന്നിട്ട് ഞാൻ 4-5 മൈൽ അകലെ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേർന്നു. അബ്ദുൾ ഖാദർ മലയാളം 7ാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ കണ്ണൂർ ജയിലിൽ കഠിന തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ആ കഥ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിലുണ്ട്. ഞാനിതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കുടുംബസ്വത്ത് മുഴുവനും കടത്തിൽ മൂടിക്കിടക്കുകയാണ്. വീട്ടിൽ നേരാവണ്ണം ഒന്നും തിന്നാനില്ല. അബ്ദുൾ ഖാദർ പുതുശ്ശേരി നാരായണപിള്ള സാർ ഞങ്ങളെ ആ പഠിപ്പിച്ച സ്കൂളിൽ ഒരു അധ്യാപകനാണ്. ഞാനൊരു പത്രം നടത്താൻ കൊച്ചിക്ക് പോയി. കുറേ കാലം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോൾ അബ്ദുൾ ഖാദർ അധ്യാപക ജോലി ഉപേക്ഷിച്ച് ബീഡിത്തെറുപ്പുകാരനായി ഒരു കടയിൽ കൂടിയിരിക്കുകയാണ്. മുറത്തിൽ ഇലയും സുക്കയും കത്രികയുമായി അങ്ങനെ അവൻ ബീഡി തെറുക്കുന്നു. 2000 ബീഡി വരെ തെറുക്കും. 1.5 രൂപ കിട്ടും. പിന്നീട് ഞാൻ വരുമ്പോൾ അവൻ ബീഡിത്തെറുപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു. ചന്തയിൽ ഒരു ചെറിയ മുറിയിൽ കൊല്ലന്റെ ഉലയുമൊക്കെ വെച്ച് തകര പണിക്കാരനായി അങ്ങനെ ജോലി നോക്കുന്നു. തകരം കൊണ്ട് അവൻ എന്തുമുണ്ടാക്കും. ഇതൊന്നും ആരും അവനെ പഠിപ്പിച്ചതല്ല. സ്വന്തം ബുദ്ധി, സ്വന്തം പ്രയത്നം. ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ച സ്വതന്ത്രമായ ജോലി. സ്വന്തമായി ആലോചിച്ചാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അധ്വാനിച്ച് ഒരുവിധം സുഖമായി ജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. ഞാൻ ആ കാലത്ത് സാഹിത്യകാരനായി എറണാകുളത്ത് താമസിക്കുകയാണ്. 1936-37. ധാരാളം എഴുതും. പ്രതിഫലം ഒന്നും കിട്ടിയിരുന്നില്ല. പ്രതിഫലം ചോദിക്കാനും വാങ്ങാനും പാടില്ലായിരുന്നു. സാഹിത്യ സേവനം, സാഹിത്യ ക്ഷേത്രത്തിലെ നിത്യപൂജ. പക്ഷേ ഒന്നും തിന്നാനുണ്ടായിരുന്നില്ല. എങ്കിലും എഴുതും. പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തും. എന്നിട്ടതെല്ലാം പത്രങ്ങളിൽ നിന്ന് കീറി അടുക്കി ഭദ്രമാക്കി വയ്ക്കും. അങ്ങനെ ഞാൻ ഫുൾ ടൈം സാഹിത്യകാരനായി പട്ടിണിയും പാടുമായി ജീവിച്ചു വരുമ്പോൾ അബ്ദുൾ ഖാദർ ഇരുമ്പ് വടിയും കുത്തിപ്പിടിച്ച് തടിയനായ ഒരു ഫൗണ്ടൻ പേനയുമായി എൻ്റെ അടുത്ത് വന്നു. ചുമ്മാ വന്നതല്ല, കാര്യമുണ്ട്. ഇക്കാക്ക എന്താണ് ഈ പത്രങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്? ഇങ്ങെടുക്കൂ, ഞാനതെല്ലാം ഒന്ന് വായിച്ചു നോക്കട്ടെ. അഭിമാനത്തോടുകൂടി ഞാൻ എൻ്റെ സാഹിത്യ സൃഷ്ടികളെല്ലാം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് 2 അണ അവനോട് ഇരുന്ന് വാങ്ങിച്ച് ചായ കുടിക്കാൻ പോയി. ഞാൻ കുറേ സമയം ചുറ്റി നടന്നു. അവൻ വായിച്ച് രസിക്കട്ടെ. അവനോട് 4 അണ കൂടി കടം ചോദിക്കാം. ആ വിശ്വേതര സൃഷ്ടികളുടെ കർത്താവായ അവൻ്റെ ജ്യേഷ്ഠനല്ലേ ചോദിക്കുന്നത്, അവൻ തരും എന്നെല്ലാം വിചാരിച്ച് തിരികെ മുറിയിൽ വന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ വായിച്ച എല്ലാ കടലാസിലും അവൻ്റെ തടിയൻ പേന കൊണ്ട് വരയിട്ടിട്ടുണ്ട്. എന്തിനാണ് ആ വര? ഞാനൊരു ബീഡി കത്തിച്ച് കസേരയിലിരുന്നപ്പോൾ അവൻ വിളിച്ചു, ഇക്കാക്ക ഇങ്ങോട്ട് വരൂ. എന്തോ അത്യാവശ്യ കാര്യമായിരിക്കണം. ഞാൻ എണീറ്റ് ചെന്ന് അവൻ്റെ അടുത്ത് പായിലിരുന്നു. അവൻ ഏറ്റവും അവജ്ഞയോടെ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് ഒരു വാക്യം വായിച്ചു. സ്റ്റൈലൻ വാക്യമാണ്. പക്ഷെ അവൻ ചോദിച്ചു, ഇതിലെ ആഖ്യാതം എവിടെ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ആഖ്യാതം? അവനൊരു കൊച്ചു വിദ്യാർത്ഥിയോടെന്നവണ്ണം എന്നോട് കുറേ സംസാരിച്ചു. അതിൽ ആഖ്യാതം, അന്വയം, ലോട്ട്, ലോടുക്ക് മുതലായ വ്യാകരണ സംബന്ധിയായ ചപ്ലാച്ചി ചർച്ചകളാണ്. ലോട്ട്, ലോടുക്ക് എന്നൊന്നും അവൻ പറഞ്ഞില്ല. 1/2 മണിക്കൂർ നേരത്തെ വർത്തമാനത്തിൽ അവൻ എന്നെ ഒരു അജ്ഞനാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇക്കാക്ക വ്യാകരണം പഠിക്കണം. തന്നെയുമല്ല, കുറെ വ്യാകരണ പുസ്തകങ്ങളുടെ പേരുകളും അവൻ ഉപദേശിച്ചു തന്നു. എനിക്കങ്ങ് ദേഷ്യം വന്നു. കിലുകില വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു,
പോടാ എണീറ്റ് അവൻ്റെ ഒരു ലോഡുകൂസ് ആക്കിയ. എടാ നീയല്ലേ നെയ് കട്ട് തിന്ന് ദീനമാണെന്ന് പറഞ്ഞു നടന്ന പെരുങ്കള്ളൻ. എടാ ഇതെല്ലാം ഞാൻ വർത്തമാനം പറയുന്ന മാതിരി തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൽ നിന്റെ ഒരു ചട്ടുകാരൻ ആഖ്യാതമില്ലെങ്കിലെന്ത്? അവൻ്റെ ഒരു പളുങ്കൂസൻ വ്യാകരണം ചട്ടൻ. അവൻ പറഞ്ഞു, ഇക്കാക്ക എന്നെ എന്ത് ചീത്ത വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. ഒരു സംഗതി മാത്രമുണ്ട്, ഇക്കാക്ക ഒരു കൊല്ലം ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം വായിച്ച് ശരിക്ക് എഴുത്തും വായനയും പഠിച്ചിട്ടെഴുതൂ. ഇക്കാക്കയ്ക്ക് മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയാമോ? അത് പറ. പോടാ നിന്റെ പാട്ടിന്. കാലുമടക്കി അടിക്കാൻ വിചാരിച്ചതാണ്, സംസ്കാരം കൊണ്ട് അടിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ എല്ലാവരെയും ചോദിച്ചതായി പറയണം, പ്രത്യേകിച്ച് ബാപ്പയെയും ഉമ്മയെയും. എനിക്ക് കാശൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ലെന്നും പറഞ്ഞേക്ക്. അതാണ് ഒന്നും അയക്കാത്തത്. അവനോട് കാലണ കൂടി കടം ചോദിച്ചില്ല. ചോദിക്കാനുള്ള മനക്കരുത്തുണ്ടായില്ല. അവൻ്റെ പളുങ്കൂസ് വ്യാകരണം, മലയാളത്തിലെ അക്ഷരങ്ങൾ, ആ കാലമെല്ലാം പോയി. ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വളരെ ആർത്തിയോടെ അവൻ വായിക്കും. ഞങ്ങളുടെ ബന്ധുക്കളെപ്പറ്റി ചില കഥകൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്യും. കഥ പറഞ്ഞ് കേൾപ്പിക്കും. അതിക്കാക്ക ഇങ്ങ് എഴുതി തന്നാൽ മതി, ഞാൻ അച്ചടിപ്പിച്ച് വിറ്റോളാം. കാശ് അവനെടുക്കും. പെരുങ്കള്ളോ. പിറ്റേ ദിവസം എൻ്റെ ചാമ്പമരത്തെ നോക്കി പെമ്പിള്ളേർ കൊതിച്ച് വായിൽ വെള്ളം ഊറിച്ചുകൊണ്ട് പോകുമ്പോൾ പാത്തുമ്മ വന്ന ആടിനെയും കുട്ടിയെയും അവളുടെ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. കാരണം ഇവിടെ ആരും ഇതിനെ നോക്കിയാലോ വല്യേക്കാക്ക, അബു ഓടിക്കും. പിന്നെ നാളെ മുതൽ കറന്ന് പാല് വിൽക്കണം. ഒരു ചായക്കടയെ പാല് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലേ കാരണം. പാത്തുമ്മ ആടിനെയും കുട്ടിയെയും കൊണ്ടുപോയി. കുട്ടിയെ അരുമയോടെ പാത്തുമ്മ എടുത്തിരിക്കുന്നു. പിന്നീട് ആടും കുട്ടിയും ആഘോഷത്തോടെ വരുന്നത് 10 മണിക്കാണ്. കുട്ടി ഉഷാറായി ഓടിച്ചാടി നടക്കും. എൻ്റെ കിടക്കയിൽ കയറും. പിള്ളേരുടെ കൂടെ തിന്നും. തള്ളയാട് വളരെ കൊതിച്ചെത്തിയിരുന്നു. അത് പിള്ളേരുടെ കൂടെ ചോറുണ്ണും. ഒച്ചയും ബഹളവും ഓട്ടവും. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചിരിയും ബഹളവും, ആകെ വലിയ ഖുഷി. അബി, പാത്തുക്കുട്ടി, സൈദു മുഹമ്മദ്, ലൈല, ആരിഫ മുതൽ പേർ പാൽ ചായ കുടിക്കുന്നു. അതിനെന്തിനീ ബഹളവും ചിരിയും? ഞാൻ അപ്പുറത്തേക്ക് ചെന്നു. 2 ആൻമുമാരും ഉമ്മയും ഐഷോമ്മയും കപ്പപ്പുട്ടിൻ്റെ കൂടെ പാൽ ചായ കുടിക്കുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്താ ഉമ്മ ഈ ചിരിയും ബഹളവും? ഒന്നുമില്ലടാ, ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വല്യേക്കാക്ക പറയരുത്. ഞങ്ങൾ കുട്ടിയെ പിടിച്ചു കെട്ടി. എന്നിട്ട് വല്യേക്കാക്ക പറയുമോ? സംഗതി എന്ത്? അബ്ദുൾ ഖാദറിൻ്റെ കെട്ടിയോൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞങ്ങൾ പാത്തുമ്മ താത്തയുടെ ആടിനെ കറന്നു ഒഴക്ക് പാല് കിട്ടി. എന്താ ഉമ്മായി കേൾക്കുന്നത്? നിങ്ങൾ എന്തിന് പാത്തുമ്മയുടെ ആടിനെ കട്ടുകറന്നു? ഉമ്മ പറഞ്ഞു. അല്ലെങ്കിൽ അവളത് ഓർക്കണ്ടേ? ആനുമ പറഞ്ഞു. വല്യേക്കാക്ക പറയല്ലേ, ഞങ്ങൾക്കെല്ലാം വലിയ കുറച്ചിലാകും. കുറച്ചിലാവട്ടെ. എൻ്റെ കൺമുന്നിൽ വെച്ച് ഈ ഉഗ്രൻ കളവ് നടത്താൻ ഞാൻ എങ്ങനെ അനുവദിക്കും? പാത്തുമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാത്തുമ്മ നീ സൂക്ഷിക്ക്. നിന്റെ ആടിനെ ഇവരെല്ലാം കൂടി കറന്ന് പാലെടുത്ത് ചായ കുടിച്ചു. കുട്ടിയെ നേരത്തെ പിടിച്ച് കെട്ടിയിരുന്നു. പാത്തുമ്മയ്ക്കങ്ങ് ഹാലിളകി. അവരുടെ കണ്ണിച്ചോരയുണ്ടോ? അവരുടെ കൊച്ചുങ്ങളെ പിടിച്ച് കെട്ടിയിടുവോ? ഞാനൊന്ന് ചോദിക്കട്ടെ. പാത്തുമ്മ അപ്പുറത്തേക്ക് ഓടി. അപ്പോൾ അവിടെ ഉമ്മായും 2 ആനുമ്മമാരും ഐഷോമ്മയും പാത്തുക്കുട്ടിയും അബിയും ലൈലായും ആരിഫായും മറ്റും തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും കൂടി പറഞ്ഞു, നന്നായിപ്പോയി, നന്നായിപ്പോയി. ഞങ്ങളത് ചെയ്തതാ, ഇനിയും ചെയ്യും. ആടും കുട്ടി ഇവിടെ വളരണത്. ഞങ്ങളുടെ കപ്പപ്പുട്ടും ഞങ്ങളുടെ പെലാവയിലും ഞങ്ങളുടെ കഞ്ഞുള്ളൂ. ഞങ്ങളുടെ പിള്ളേരുടെ ചോറും തിന്ന അത് തടിച്ചു കൊഴുത്തു പാല് തരണത്. തിരിഞ്ഞോ? പാത്തുമ്മ അവരെ ഭിന്നിപ്പിക്കാൻ നോക്കി. എടി ആനുമ്മ, നീ എൻ്റെ കൊച്ചനുഷത്തിയല്ലേ? നിനക്ക് ഞാൻ ഒരു ആട് തന്നില്ലേ? ഉമ്മ എൻ്റെ ഉമ്മയല്ലേ? ഈ കണ്ണിച്ചോരയില്ലാത്ത നാത്തൂമാരെ കൊണ്ട് എന്താ ഈ ചെയ്യിച്ചത്? ഉമ്മ പറഞ്ഞു, മതിയടി മതി. നിന്റെ നാത്തൂമാരും നിന്റെ ഉമ്മയും നിന്റെ അനുഷത്തിയും എല്ലാവരും കൂടെ കറന്നത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു. പാത്തുമ്മ പറഞ്ഞു, ഇനി ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തുകയില്ല. പാത്തുമ്മ ആട്ടിൻകുട്ടിയെ വാരിയെടുത്ത് ചുംബിച്ചു. പൊന്നെ, നിനക്കുള്ള പാല് അവര് കട്ടുകുടിച്ച് കളഞ്ഞ്. പച്ചവെള്ളം തരാം, വാ. പാത്തുമ്മ ആട്ടിൻകുട്ടിയുമായി എൻ്റെ അടുത്ത് വന്നു. ഞാൻ പോകാം വല്യേക്കാക്ക. ഇനി ഇവര് എൻ്റെ ആടിനെ കറന്ന് പാല് കുടിക്കണമെന്ന് കാണാമല്ലോ. പാത്തുമ്മ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ടുപോയി. എനിക്ക് സന്തോഷമായി. കുട്ടിയില്ലാതെ ഇനി ഇവര് ആടിനെ കറന്ന് പാല് കുടിക്കണത് ഒന്ന് കാണാമല്ലോ. ഹമ്പ. പക്ഷെ ആട് ചുരത്താൻ കുട്ടി വേണമെന്നുണ്ടോ? മഹിളാരത്നങ്ങൾ കറഞ്ഞുകൂടെ? ശ്രദ്ധിക്കണമല്ലോ.